അവക്കുള്ളൊരു മെച്യൂരിറ്റി പോലും ചേട്ടനില്ലല്ലോ. ചേട്ടൻ ഇല്ലാത്തൊരു സാധനമാണ് മാന്യത. ഈ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ഈ പറഞ്ഞ പരിപാടി ചേട്ടൻ കാണിക്കുന്നോണ്ടാണ് കുഞ്ഞു കുടുക്ക മനസ്സിന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. മനസ്സിലായോ? നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാണെന്നും നിന്നെ കവങ്ങ കെട്ടിയതാണെന്നും എന്റെ ഡ്രസ്സ് എടുക്കരുതെന്നും കുറച്ച് സപ്പയുടെ വീട്ടിൽ പോയി ഒരു കുരുപോലില്ലാത്ത മുഖമായിരുന്നു മുഖമൊക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു 2 ദിവസം ബാക്ക് അനാമിക വിഷ്ണു എന്ന് പറയുന്നവരുമായി റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം വേറെ ഒന്നുമല്ല, അവര് ഒരു യാത്ര, ഒരു ഫോട്ടോഷൂട്ട്, അവരുടെ ബേബിയുടെ ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു യാത്ര പോയപ്പോൾ ഒരു വ്ളോഗ് ഇട്ട്. അപ്പോൾ വ്ളോഗ് ഇട്ടപ്പോൾ ഈ അനാമികയുടെ സഹോദരിയായിട്ടുള്ള പൊന്നൂനെയും കൂടി ആ വ്ളോഗിലൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂനെ കൊണ്ടുവന്ന സമയത്ത് വിഷ്ണു ആയാലും അനാമികയായാലും പറഞ്ഞ കുറേ അധികം കാര്യങ്ങൾ എനിക്ക് 1% പോലും യോജിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, സീരിയസ്ലി ഒരിക്കലും അതങ്ങനെ സംസാരിക്കാൻ പാടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടില്ല തന്നെയാണ്. അപ്പോൾ നമ്മുടെ അനാമിക കൊച്ച് എനിക്കെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഒരുപാട് റിയാക്ഷൻ വീഡിയോ കണ്ട് ആരും കുഴപ്പമില്ല, അവളുടെ തെറ്റും അവൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ എൻ്റെ റിയാക്ഷൻ അവൾക്ക് പിടിച്ചില്ല. അതെന്താ വഴിയെ പോകുന്ന എല്ലാ വള്ളി എൻ്റെ നെഞ്ചത്ത് മാത്രം, വേറെ വല്ലവനും ചെയ്യുന്ന വീഡിയോ അതും എൻ്റെ നെഞ്ചത്ത്, വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞാൽ കുറ്റം. എന്ത് ചെയ്താലും ഈ അതുലിന് മാത്രം എല്ലാം കുറ്റം. എന്താണ് ഞാൻ പറയുന്ന ആർക്കും പിടിക്കുന്നില്ല. ഞാൻ വളരെ സഭ്യമായ ഭാഷയിലല്ലേ പറയുന്ന, ഓക്കെ. അത് ആർക്കും പിടിക്കുന്നില്ല. നല്ല വിഷമമുണ്ട് കേട്ടോ, നിങ്ങളെല്ലാവരും എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്ന. പക്ഷെ ഞാൻ ഉള്ള കാര്യം പറയാലോ, ഒരുപാട് പേര് എന്നെ റിയാക്ട് ചെയ്ത് എന്നെ 10 തെറി വിളിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അനാമിക കൊച്ചിൻ്റെ ആ വീഡിയോ ആണ്. സത്യം നല്ലോണം ട്രോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു ആ വീഡിയോ. എന്തായാലും ഞാൻ അത് കൊടുക്കാം. അതിനു മുന്നേ എന്തിനാണ് ഞാൻ ആദ്യം വീഡിയോ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതിനു മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പൊ നമുക്ക് എന്തിനാണ് അനാമിക കൊച്ചിനെ ഞാൻ അങ്ങോട്ട് കുറ്റം പറഞ്ഞതെന്നൊന്ന് കേൾക്കാം. കുറച്ച് സപ്പയുടെ വീട്ടിൽ പോയി ഒരു കുരുപോലില്ലാത്ത മുഖമായിരുന്നു മുഖമൊക്കെ. കൂടിയെങ്കിലേ ഉള്ളു മേക്കപ്പ്. നമ്മള് ഉണ്ണിമോനാണ് ചുണ്ടരി. നോക്ക് ഉണ്ണിമോൻ ചുണ്ടരി. നീ സുന്ദരി അല്ല. ഞങ്ങളുടെ ഉണ്ണിമോള് അനാമികമോള് കൊറിയയിലൊക്കെ കൊറിയനിലൊക്കെ കോഴികൾ ഇങ്ങനെ നടക്കുന്നത്. അത് പിന്നെ ഇന്ന് മുടി ഇച്ചിരി താന്നു വന്നിട്ടുണ്ട്. മുടി ഇച്ചിരി പോണിട്ടയിലിട്ടപ്പോ കുറേ ഓക്കെ, ഇതിപ്പോ 2 സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുത്തെന്നുള്ളൂ. ഈ 2 സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ എനിക്ക് യോജിക്കാൻ പറ്റില്ല. അതിന്റെ റീസൺസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഉണ്ണിമോള് സുന്ദരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആര് പറയും? നമ്മുടെ അനാമിക കൊച്ചു പറയുന്ന സമയത്ത് വിഷ്ണുവിന്റെ അപ്പുറത്ത് ബാക്കി ഇരുന്നും കൊണ്ട് പൊന്നു പറയും അവള് സുന്ദരിയാണെന്നൊക്കെ ഉള്ള രീതിയിൽ അവള് പറയുമ്പോൾ പറയും നീ സുന്ദരി അല്ല എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അത് നിങ്ങൾ കളിക്ക് തന്നെയാണ് പറഞ്ഞത്, ഇല്ലെന്ന് ഞാൻ വാദിക്കുന്നില്ല. പക്ഷെ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ആ മെന്റൽ ആ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഇപ്പം ആ കൊച്ചു വന്നിട്ട് പിന്നെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഇട്ടെങ്കിലും ഞാൻ അത് അനുഭവിച്ചിരുന്നു ഒരു സമയത്ത്, അതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നീ എന്ത് ക്ഷീണിച്ചിരിക്കണ്, എനിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ പറയുന്നവരെ പിടിച്ച് ഉരയ്ക്കാൻ തോന്നും. സത്യം അത്രയ്ക്ക് ദേഷ്യം വരും. അത് നമ്മളെ കോൺഫിഡൻസിനെയൊക്കെ ബാധിക്കുന്ന ഒരു തലം കാര്യങ്ങളാണ്. ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. കാരണം ഞാൻ അതിനെ പറ്റിയിട്ടാണ് മൊത്തം സംസാരിച്ചിട്ടുള്ളത്. എൻ്റെ കുട്ടിക്കാലത്തിനെയും ഒക്കെ പറ്റിയിട്ട് ഞാൻ അതിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ഞാനൊന്ന് കൊടുക്കാം. തമാശയ്ക്ക് കളിയാക്കുമ്പോൾ ആ അനിയത്തി കുട്ടിയുടെ മുഖം കണ്ടിട്ട് പാവം തോന്നുന്നു. ബട്ട് ഐ തിങ്ക് ആ കുട്ടി നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അത്രയും ആഗ്രഹിച്ച് വന്നതുപോലെയുണ്ട്. പിന്നെ ചില തമാശകൾ യഥാർത്ഥത്തിൽ തമാശ ആയിരിക്കില്ല, കുത്തുവാക്കുകളായിരിക്കും. എന്നെയും ഈ പ്രായത്തിൽ ഇതുപോലെ കുറെ പേര് തമാശയ്ക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് വിവരം വെച്ചപ്പോഴാണ് മനസ്സിലായത് അവർ കളിയാക്കിയതാണ് എന്ന്. ഞാൻ എനിക്ക് ഫീലായ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതായത് കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും, അത് മൊത്തത്തിൽ നമ്മൾ ബാധിക്കും, മെന്റൽ ട്രോമയിലോട്ട് നമ്മൾ പോകും. പക്ഷെ ഞാൻ ഈ കാര്യം വളരെ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അനാമിക കൊച്ചിന് എൻ്റെ വീഡിയോ മാത്രം ഇഷ്ടപ്പെട്ടില്ല. അതെന്തടേ, നമ്മുടെ ലാംഗ്വേജ് പിടിച്ചില്ലെന്ന്. നമ്മൾ പാവടേ, നിങ്ങളെപ്പോലെ വലിയ പരിഷ്കാരമൊന്നും അല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയത്തുള്ളൂ. പിന്നെ വേറൊരു കേസ്, ഞാൻ പറയേണ്ട കാര്യം ഈ ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കാറില്ല. ബാക്കിയുള്ളവർ മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ സംസാരിക്കേണ്ട അടുത്ത് വലിച്ചു കയറിയെങ്കിൽ സംസാരിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ ഷുഗർ കോട്ട് പരിപാടിയൊന്നും നമുക്കില്ല, എനിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് മൊത്തം നോക്കി നേരെ പോന്ന് സംസാരിക്കും. അതുകൊണ്ട് നമ്മൾ ആർക്കും പിടിക്കത്തില്ലടേ, കുഴപ്പമില്ല. പക്ഷെ അനാമിക കൊച്ചെ, ഞാൻ ഉള്ള കാര്യം സീരിയസ്ലി ഞാൻ ചുമ്മാ പറയുന്നില്ല. എനിക്ക് നിന്റെ വീഡിയോ ഒരുപാട് ഇഷ്ടമായി, നീ നല്ലോണം തന്നെ ട്രോളി. ഓക്കെ, ഐ ലൈക്ക് യു, ലൈക്ക് ദിസ് യുവർ വീഡിയോ മോർ ദാൻ എവറിത്തിങ്. എന്തായാലും നമുക്ക് ഒരു അറിവെന്ന് കാണാം. ഓക്കെ, അവക്കുള്ളൊരു മെച്യൂരിറ്റി പോലും ചേട്ടനില്ലല്ലോ.
ചേട്ടൻ അതായത് പൊന്നു കൊച്ചിനുള്ള മെച്യൂരിറ്റി പോലും എനിക്കില്ലെന്ന്, ഇത്രയും മുതുക്കോലായ എനിക്ക് മെച്യൂരിറ്റി ഇല്ലെന്ന് മോളെ നീ പറയുമ്പോൾ ഉണ്ടാവുന്ന ഏട്ടൻ്റെ വിഷമം. എന്തായാലും മോളെ, ചരിത്രം ചെകയാൻ നിൽക്കുന്നില്ല. കനൽ കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊള്ളും. എന്തിന് നമ്മൾ അങ്ങോട്ടൊന്നും വരുന്നില്ല. പക്ഷെ ഒള്ളി ദിസ് വീഡിയോ റിയാക്ഷൻ. ഇല്ലാത്തൊരു സാധനമാണ് മാന്യത. ഈ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ഈ പറഞ്ഞ പരിപാടി ചേട്ടൻ കാണിക്കുന്നോണ്ടാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഓക്കെ, വന്നു. വെൽക്കം ടു മൈ ചാനൽ. നല്ല ഇൻട്രോ ഒക്കെ ആണല്ലോ, കൊള്ളാം. അനാമിക വിഷ്ണു ടോപ്പിക് സബ്സ്ക്രൈബ്. എന്നെ അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ്, ഒന്നല്ല ഒരു 2-3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ ഭയങ്കര വിവാദമാവുകയും ആ വിവാദത്തിൽ നിന്ന് ഒരു വലിയൊരു നീണ്ട പ്രസംഗം തന്നെ നടത്തിയ ഒരാളുണ്ട്. നെഞ്ചിൽ കുടിയിരിക്കും. കൈയടിക്ക് സുഹൃത്തുക്കളെ, കൈയടിക്ക്. എന്നെ പറ്റി നെഞ്ചിൽ കുടിയിരിക്കും. ഞാൻ ആരായിട്ടാ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മളെപ്പോലത്തെ പാവപ്പെട്ടവന്മാരെയൊക്കെ എടുത്ത് നിങ്ങളെപ്പോലത്തെ വലിയ ആൾക്കാരൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു അഭിമാനമല്ലേ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ വന്ന് കയറിയപ്പോ തന്നെ കൊച്ചിന്റെ അടുത്ത് നീ അങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയത്. എന്റെ വീഡിയോ ഒക്കെ ഞാൻ ആരാ ഏട്ടോ ഞാനൊരു സംഭവം തന്നെ. ഇരിപ്പൊക്കെ ലുക്ക് നോക്ക്. പ്രജാപതി, ഈ മണ്ണിൻ പ്രജാപതി ഈ വിണ്ണിൻ പ്രജാപതി. ബാക്കിൽ ലവ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പാസങ്ങൾ നേസങ്ങൾ ഏതോ മൈൻഡ് വാഴ്ത്തിടും വാഴ്ക്കയില്ല. നീ വീഡിയോ ഫുള്ള് കാണുമെന്ന് എനിക്കറിയാം അനാമിക. കാണണം കേട്ടോ പ്ലീസ്. നെഞ്ചിൽ കുടിയിരിക്കും. ഞാനിതിന്റെ കുട്ടിക്കാലം മൊത്തം കേട്ട് ടോമയിൽ പോയ കാര്യമുണ്ട്. കുണച്ച വർത്താനം പറയാം. അതോടെ പോപ്പാണ് ഞാൻ ട്രോമയിലൊക്കെ പഴയ കാര്യത്തിലുണ്ട്. പക്ഷെ സാമാന്യ ബോധം കാണിക്കട്ടെ. പൊയ്ക്ക് പറയുന്നതാ കളിക്കാനും ഇങ്ങനത്തെ കുണച്ച വർത്താനങ്ങൾ. അപ്പൊ അതിൽ സേട്ടന്റെ കുട്ടിക്കാലത്ത് നടന്ന ഡ്രോമയും അതുപോലെ തന്നെ ഡിപ്രഷനും ഒന്നും ഞങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവയ്ക്കാൻ നോക്കണ്ട. നിനക്ക് വിവരമില്ല കൊച്ചേ. എന്റെ ചൈൽഡ്ഹുഡില് ഇതുപോലത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു മാനസിക വിഷമമുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്ത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവത്തുള്ളൂ മോളെ. നിനക്കത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഓക്കെ, കുട്ടിക്കാലത്ത് നിന്റെ അടുത്ത് വന്നിട്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നിനക്ക് ആ വിഷമം മനസ്സിലാവത്തുള്ളൂ. ഞാനത് ഒരുപാട് കേട്ടിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. നീ എന്ത് മെലിഞ്ഞിരിക്കണ്, നിനക്ക് വീട്ടിൽ തിന്നാൻ തരുന്നില്ലേ, നീ എന്തൊന്നും തിന്നാറില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കോൺഫിഡൻസിനെ തകർത്തിട്ടുള്ള ഒരുപാട് ബന്ധുക്കളുണ്ട്, നാട്ടുകാരുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തുള്ള അയൽവാസികളുണ്ട്, ടീച്ചേഴ്സുണ്ട്, എല്ലാവരും ഉണ്ട്. എന്തിനു കൂട്ടുകാരടക്കം കളിയാക്കുമായിരുന്നു. ഉണങ്ങിയിരിക്കണുണ്ട് പല വട്ടപ്പേരുകൾ ഇട്ടിട്ട് വിളിച്ചിട്ട്. ഓക്കെ, ഇതൊന്നും നമുക്ക് അത്ര സന്തോഷം തരുന്ന ഒരു കാര്യമല്ല. ഓക്കെ, മോളത് മനസ്സിലാക്കണം. പിന്നെ എൻ്റെ ലാംഗ്വേജ് അതിനെ പറ്റിയിട്ട് മോള് പറയുന്നത് എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറയാനും പറ്റത്തില്ല. മീൻസ് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നും പറയത്തില്ല, തെറ്റാണെന്നും പറയത്തില്ല. പിന്നെ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ പറയേണ്ട കുണച്ച വർത്തമാനങ്ങളാണ് പറയുന്നതെങ്കിൽ അതിനെ കുണച്ച വർത്തമാനം എന്ന് തന്നെ ഞാൻ പറയും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം മോള് പത്തനംതിട്ടയൊക്കെ ആയതുകൊണ്ടായിരിക്കും നമ്മളെ ജില്ലയിലോട്ട് വരുമ്പോൾ ഈ സ്ലാങ് വേറെയാണ്, അപ്പോൾ സംസാര രീതി വേറെയാണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ പിടികിട്ടൊന്നും മനസ്സിലാക്കുന്നു. പിന്നെ ഞാൻ 1% പോലും നിന്റെ ഈ വീഡിയോയിൽ യോജിക്കില്ല. നീ നല്ല രീതിയിൽ ട്രോൾ ചെയ്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, നല്ല രസമുണ്ട് വീഡിയോ കണ്ടിരിക്കുക. പക്ഷെ നീ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം തെറ്റാണ്. ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് നീ കാണാൻ കൊള്ളില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ എന്ത് മെലിഞ്ഞിരിക്കുന്നത്, തിന്നാൻ കിട്ടണില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിളിച്ചോണ്ട് നിൽക്കും. പക്ഷെ എൻ്റെ ഉള്ളിൽ അത് എത്രത്തോളം വിഷമമുണ്ടെന്നും പിന്നെ ഞാനത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ അത് വേറെ ലെവലാണ് മോളെ. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഓക്കെ, അത് മനസ്സിലാക്കണമെങ്കിൽ നീ അത് കേട്ടിരിക്കണം. ആ പ്രായത്തിൽ, നിന്റെ കുട്ടി പ്രായത്തിൽ നീ അങ്ങനത്തെ ചോദ്യം ഫേസ് ചെയ്തിരുന്നെങ്കിൽ നീ ഇമാതിരി തൊട്ടി വർത്താനം ഇപ്പം പറയത്തുമില്ല. നീ ഇങ്ങനെ ആ കൊച്ചിൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കത്തില്ല. ആ വിഷ്ണു എന്ന് പറയുന്നത് അവനും ഈ മാതിരി സംസാരിക്കാൻ നിൽക്കത്തില്ല. ഓക്കെ, കാര്യം പിടികിട്ട് കാണുമല്ലോ. പിടികിട്ടാനുള്ള ചാൻസ് ഇല്ല. കാരണം അതിനുള്ള ബോധം വിവരം പൊക്കണം നിനക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. അതുകൊണ്ട് പറഞ്ഞതാ. സ്നേഹവും സ്വാതന്ത്ര്യവും ചേട്ടനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചേട്ടൻ കുഞ്ഞു കുടുക്ക മനസ്സിനെ മനസ്സിലാക്കാനുള്ള നെഞ്ചിൽ കുടിയിറക്കും. എന്റെ കുടുക്ക മനസ്സെന്ന് ആദ്യമായിട്ടാണ് എന്നെ പറ്റിട്ട് ഇങ്ങനെ ഒരു ആള് പറയുന്നത്. കുടുക്ക മനസ്സ്, ലൈക്ക് ഇറ്റ്. മനസ്സിലായോ? നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാണെന്നും നിന്നെ കാണിയെട്ടിയതാണെന്നും എന്റെ ഡ്രസ്സ് എടുക്കരുതെന്നും നീ എന്നോട് മിണ്ടരുതെന്നും നീ എന്റെ അനിയത്തിയല്ലെന്നും ഒക്കെ പറയാത്ത ഏത് ചെയ്തത് ഈ അനിയത്തിമാരും ആവുള്ളത്, അല്ലെങ്കിൽ ചേട്ടന്മാരും അനിയന്മാരും ഇല്ലാത്തത്? ഇപ്പൊ അതാണ് മോളുടെ പ്രശ്നം. അതായത് എല്ലാവരും വന്നിട്ട് നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാണ്, നിന്നെ അങ്ങനെ വാങ്ങിയതാണ്, ഇങ്ങനെ വാങ്ങിയതാണ് എന്നൊക്കെ പറയൂടെ. ചേട്ടന്മാരും അനിയത്തിമാരും ചേച്ചിമാരും അനിയത്തിമാരും അനിയന്മാരും ഒക്കെ ആയിട്ട് പറയും. പക്ഷെ അത് നമ്മള് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇമാതിരി വർത്താനമല്ല പറയണ്ട. പിന്നെ നീ തവിട് കൊടുത്ത് വാങ്ങിയ കേസ് പറഞ്ഞിട്ടില്ല അല്ലേ?
പിന്നെ നീ അത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുപോലത്തെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞതുകൊണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അതൊന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് കാണിക്കുന്ന എന്തിനാ? ഇത് 10 ആള് കാണുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ വന്നിട്ട് നീ നിന്റെ അനിയത്തി കൊച്ചിനെ കാണാൻ കൊള്ളില്ല എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർ അഭിപ്രായം പറയും. ഈ അഭിപ്രായം കേൾക്കാനുള്ള ത്രാണി നിനക്കില്ലെങ്കിൽ മോളെ നീ മിണ്ടരുത്, വീഡിയോ ഇടരുത്, വീട്ടിൽ പോയി ഇരുന്ന് ഉറങ്ങും. ഇത് വീഡിയോ ഇടണം, കാജു ഉണ്ടാക്കണം, എന്നിട്ട് അവസാനം ആൾക്കാരൊന്നും പറയാനും പാടില്ല. ഇത് കൊള്ളാല്, ഇത് എവിടത്തെ ഇത് ഞാൻ പഞ്ചായത്തിൽ കംപ്ലൈന്റ് കൊടുക്കും. പഞ്ചായത്തിൽ പറയും ഇത് ശരിയാവില്ല, ശരിയാവില്ല. പിന്നല്ല നമ്മളെന്താ മലിഞ്ഞടക്കണം, നമ്മളെന്താ തവിട് കൊടുത്താൽ എല്ലാരും പറയുന്ന കാര്യം തന്നെയാണ്. എന്റെ അനിയത്തി വളരെ വ്യക്തമായിട്ട് ഇവിടെ വന്നിരുന്ന് പറയുന്നുണ്ട്, ഞാനും അവളും തമ്മിൽ യാതൊരു പ്രശ്നമില്ല, ഞങ്ങളെ ഇടയിൽ യാതൊരു പിണക്കങ്ങളും ഇല്ലെന്ന് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്റെ പൊന്നുമോളെ, നിങ്ങൾ പിണക്കം ഉണ്ടെന്നോ പിണക്കമില്ലെന്നോ ഒന്നും നമ്മൾ പറഞ്ഞില്ല. പിണക്കമുള്ള നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കാറി കയറി പോകും. ഇതെന്തോ തേങ്ങ, ഇത് അരി എന്ന് പറയുമ്പോൾ മാങ്ങാത്തൊലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥമാണല്ലോ. എന്തോന്നല്ലേ, നിങ്ങൾ പിണക്കൊന്നൊന്നും അല്ല പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ. ഒരു കൊച്ചു പെൺകുട്ടിയാണ്, ഒരു കൊച്ചു സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പൊന്നു അവളുടെ മുഖത്ത് നോക്കിയിട്ട് നീ കാണാൻ കൊള്ളില്ല എന്ന് പറയുമ്പോൾ കളിക്കാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ അത് ആ കുട്ടി എത്രത്തോളം ബാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ആ കുട്ടി ചിലപ്പം പറയും എനിക്ക് കുഴപ്പമില്ലെന്ന്. പക്ഷെ കുഴപ്പമുണ്ടാവും. കാരണം അത് അനുഭവിച്ചാനായുണ്ട് എനിക്കറിയാം. ഞാനും ആൾക്കാരുടെ മുന്നിൽ ചിരിച്ചോണ്ട് നിൽക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ മനസ്സിന് നല്ലോണം അത് തളർത്തും, നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും. ഒരു സ്കൂളിലൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂത്ത് ഫെസ്റ്റിവലോ വന്നു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാനുള്ള കോൺഫിഡൻസ് പോലും ഇല്ലാത്ത ലെവലിലോട്ട് നമ്മളെ മാറ്റിയടേ, മാറിയടേ. അതുകൊണ്ട് അറിയാടേ, എന്തോന്നടേ, പറയടേ. അവക്കുള്ളൊരു മെച്യൂരിറ്റി പോലും ചേട്ടനില്ലല്ലോ. ചേട്ടൻ എന്റെ മെച്യൂരിറ്റി അറിയണമെങ്കിൽ അത് എന്നോട് തന്നെ ചോദിക്കേണ്ടി വരും. നമുക്ക് മെച്യൂരിറ്റി ഒന്നും ഇല്ല. നിങ്ങളൊക്കെ വലിയ മെച്യൂരിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും ഇമാതിരി കുണച്ച വർത്തമാനങ്ങൾ പറയുന്നത്. പറ. കാശുണ്ടാക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതം എടുത്ത് അത് റിയാക്ഷൻ ചെയ്തിട്ടാണ് ചേട്ടൻ വീട്ടിൽ കാശുണ്ടാക്കുന്നത്. നല്ലതാ കാര്യമാണ് പറഞ്ഞത്. ഞാൻ കാശുണ്ടാക്കുന്ന യൂട്യൂബ് വഴി കാശുണ്ടാക്കുന്ന മറ്റുള്ളവരുടെ ലൈഫ് എടുത്ത് വെച്ചിട്ടൊക്കെ തന്നെയാണ്. ഈ മറ്റുള്ളവർ മാന്യമായിട്ട് ജീവിക്കുന്നവർ അല്ലെങ്കിൽ തെറ്റ് കുറ്റങ്ങൾ പറയാതെ മര്യാദയ്ക്കൊക്കെ പോകുന്നവരെ പറ്റിയിട്ട് ഞാനൊന്നും ഇല്ലാത്ത അവരാതൊന്നും പറഞ്ഞുണ്ടാക്കുന്നില്ല. കാണിക്കുന്ന കോപ്രായങ്ങളും ഊളത്തനങ്ങളും എടുത്തു വെച്ച് തന്നെയാണ് കണ്ടന്റ് ഉണ്ടാക്കി കാശുണ്ടാക്കുന്നത്. വല്ലതും ചെയ്യാണ്ട് ഒന്നും ചെയ്യാനില്ല. കാരണം എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ശരിയെന്ന് പറയും, തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ തെറ്റെന്ന് പറയും. ഓക്കെ, നിങ്ങൾ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കാര്യങ്ങൾ തെറ്റാണ്, അത് നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോൾ കുറ്റമായി മറ്റുള്ളവരുടെ ജീവിതം എടുത്ത് വെച്ച് കാശുണ്ടാക്കണം. പിന്നെ ജീവിതം വെച്ച് കാശുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ ചരിത്രം എന്നെ കൊണ്ട് ചകയിപ്പിക്കാൻ നിൽക്കരുത്. ജീവമാതാ കേസും അവിടെ നടന്നിട്ടുള്ളതും അണ്ടർ ഏജിന്റെ കേസും പഴയ കല്യാണവും കോലാണ്ടി എല്ലാം കൂടിയൊക്കെ ഞാൻ വിളിച്ച് പറയേണ്ടി വരും. എന്നെ കൊണ്ട് എന്തിനു വാറപ്പിക്കുന്നത്? ഞാൻ നിങ്ങളടുത്ത് അതൊക്കെ തോണ്ടിക്കൊണ്ടുവന്ന ഇപ്പം ഈ നടന്ന സംഭവത്തിനെ പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരുടെ ജീവിതം എടുത്ത് വെച്ച് ഉണ്ടാക്കണമെന്ന്. മറ്റുള്ള ജീവിതത്തിൽ നല്ല കാര്യങ്ങളെ എടുത്തു വെച്ചിട്ട് മോശമാക്കി പറയുന്നതല്ലല്ലോ, കാണിക്കുന്ന തൊട്ടി പരിപാടികളല്ലേ ഞാൻ എടുത്തു വെച്ച് പറയുന്നത്. അതുകൊണ്ട് മോളെ വാ തുറക്കുമ്പോൾ സൂക്ഷിച്ച് തുറക്കണം കേട്ടാ. എന്നെ കൊണ്ട് ചുമ്മാ ജയിപ്പിക്കാൻ നിൽക്കരുത്. വയ്യ, എനിക്ക് ഒരുപാട് കണ്ടന്റ് കിടക്കും. ഒരുപാട് ഊളത്തനങ്ങൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം വിമർശിക്കാനും എൻ്റെ അഭിപ്രായങ്ങൾ പറയാനും ട്രോളാനായിട്ട് കിടക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടി മോള് വന്ന് പുതിയൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് പിടിപ്പിക്കരുത് എന്നെ കൊണ്ട്. അപ്പൊ ആ ഒരു ചേട്ടൻ എന്നോട് വന്ന് എന്റെ അനിയത്തെ എങ്ങനെ നോക്കണം, എങ്ങനെ കാണണം, എങ്ങനെ അവളോട് സംസാരിക്കണം എന്ന് എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിന്നെ ചേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞില്ല, ചേട്ടൻ ഇല്ലാത്തൊരു സാധനമാണ് മാന്യത. അത് ഈ ബാക്കി റിയാക്ഷൻ ചെയ്യുന്നവർക്കുണ്ട്, അതെനിക്ക് മനസ്സിലായി കേട്ടോ. ന്യായം. എനിക്ക് മാന്യത അത്ര ഇല്ലടേ, കുറവാണ്. മാന്യത അല്ല, അത്യാവശ്യം കുറവാണ്. കാരണം ഞാൻ മുഖത്തടിച്ച് നോക്കി ഉള്ളതുപോലെ അങ്ങ് പറയും കേട്ടാ. അതുകൊണ്ട് എനിക്ക് മാന്യത കുറച്ച് കുറവായിരിക്കും. കുണച്ച വർത്താനം കണ്ടാൽ കുണച്ച വർത്താനം എന്ന് തന്നെ പറയും. പിന്നെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കുണപ്പിന് വലിയ വിഷയമൊന്നുമില്ല. നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ ഇത് എന്ന് വെച്ചിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെ ഇടയിൽ കുണച്ച വർത്താനം പറയാം ഇങ്ങനെയൊന്നുമില്ല. നമ്മൾ നമ്മുടേതായ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ സംസാരിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാണ്ട് വന്നിട്ട് ഷുഗർ കോട്ട് ചെയ്തിട്ട് ഇതേ പോയി വന്നു ഈ ഒരു സെറ്റപ്പിലൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇമ്മാതിരി വർത്താനൊന്നും ഇല്ലായിരിക്കും. നമ്മുടെ നാട്ടിലുണ്ടല്ലേ, കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ നാട് മോശമൊന്നുമല്ല. ഇവിടെ നിന്നാണ് എന്നെ പോലത്തെ മഹാന്മാരായ വ്യക്തികളൊക്കെ ഉള്ള നാടാണ്. അത് വിട്. അപ്പോൾ നമ്മുടെ വിഷയത്തിലോട്ട് നേരെ വരാം. എൻ്റെ കുണച്ച വർത്താനല്ലേ, വിഷമായി മോളെ, വിഷമായി. നീ അത് പറയണ്ടേ? എൻ്റെ കുണച്ച വർത്താനം കേട്ടിട്ട് നീ കുണച്ച വർത്താനം എന്ന് പറഞ്ഞില്ലേ, അത് മോശമായിപ്പോയി. അമ്മയില്ലാതെ വളർന്ന അതിന്റെ സങ്കടം എന്താണെന്ന് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്റെ അനിയത്തെ ചേർത്ത് പിടിക്കാൻ ചേട്ടനെ പോലത്തെ ഉള്ളവരെ അഭിപ്രായം ഇങ്ങോട്ട് വേണ്ട. എൻ്റെ അഭിപ്രായം ഒന്നും ഞാൻ മോക്ക് തരുന്നില്ല. എൻ്റെ അഭിപ്രായം അങ്ങനെ നീ ഇനിയിപ്പോൾ കൊണ്ടുപോണ്ട. പക്ഷേ
നീ വന്നിട്ട് ഇവിടെ വല്ല എന്നുള്ള പരിപാടി യൂട്യൂബിലോ അല്ലെങ്കിൽ പബ്ലിക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ആരെങ്കിലും ഒക്കെ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ച് നോക്കിയിട്ട് എനിക്ക് അതിൽ വിയോജിപ്പോകുന്നത് ഞാൻ പറയും. കേട്ടോ മോളെ, അതുകൊണ്ട് കിടന്ന് കൂടുതൽ അങ്ങോട്ട് തിളച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും മോള് പറ, എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്നത്. വ്യൂസും കൂട്ടാൻ വേണ്ടിയിട്ട് എന്റെ കുഞ്ഞിന്റെ എന്റെ കുടുംബകാര്യങ്ങളും വെച്ച് തമിഴിലെ ഈ കൊടുത്തേക്കുന്ന പോലെ ഉണ്ടാക്കിയിടാൻ വേണ്ടി എന്ത് നല്ല തമ്മിൽ കണ്ട, ഞാൻ മറ്റേ കൈ മുറുകി പിടിച്ചോണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് എൻ്റെ അനിയത്തി, ഇപ്പുറത്ത് നീ, ഇപ്പുറത്ത് നിന്റെ അമ്മായിയമ്മ, എല്ലാവരും ഉണ്ടല്ലോ. ഒരു ഹൈലൈറ്റ് ക്ലിക്ക് ബൈറ്റ് ഇടാം, ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വീഡിയോ ഇടുന്നത്. ആരും കാണാതിരിക്കാനാണെങ്കിൽ ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഇട്ടാൽ പോരെ. 10 ആൾ ക്ലിക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടല്ലേ തമ്മിൽ വയ്ക്കുന്നത്. എന്തുവാടേ? പിന്നെ തമ്മിൽ കണ്ടിട്ട് ഞാനിപ്പോൾ തമ്മിലുള്ളതല്ല അകത്ത് പറയണമെന്ന് പറയും. ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. സത്യം ഉള്ള കാര്യം വലിയ വരെ അടിച്ച് വലിയ ഒരു കാര്യം പിടിയിട്ടി. ചുമ്മാ ഇടന്ന് മെഴുകാതെ കൊച്ചേ, നീ എന്തിനാ ഇത് പറയണത്? നാണമില്ലേ ചേട്ടാ ചേട്ടനെ? ഇല്ല, നാണോ മാനോ ഇല്ല. എന്തുവല്ലം ചെയ്യണ്ട എനിക്ക് ചെയ്യടേ. നാണോ മാനോ ഇല്ലാത്ത വർത്തമാനങ്ങൾ നിങ്ങൾക്ക് പറയാം. നമ്മൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോടെ അമ്മച്ചിടം ആവുമ്പോൾ എന്നാടി ഈ സെറ്റപ്പ്. അത് എന്തുവാ മോളെ, ശരിയല്ല. നമ്മളെന്ത് മലിഞ്ഞ് നടക്കണം? പറ്റത്തില്ല. ഇനി എൻ്റെ വീഡിയോ ആണല്ലോ, പറ. ചേട്ടൻ എന്റെ ഹസ്ബൻഡിന്റെ ബോധത്തെ പറ്റി പറയല്ലേ. അത് കാന്താരിക്ക് പൊള്ളിയേ, കാന്താരിക്ക് പൊള്ളിയേ, കാന്താരിക്ക് നല്ലോണം പൊള്ളിയേ. ഹസ്ബൻഡ് തൊട്ട് തന്നെ പറയുമ്പോ കാന്താരിക്ക് പൊള്ളിയേ പറ. ചേട്ടൻ ഇതിന് മുമ്പ് കാണിച്ച കുറച്ച് കാര്യങ്ങളും കൂടെ ആലോചിച്ച് നോക്കണം കേട്ടോ ചേട്ടാ. ഇതിനു മുന്നേ ഞാൻ എന്നാ കാണിച്ച്? കൊച്ചെന്നാ പറയുന്നേ? കൊച്ച വല്ലോണ്ടേ തെളിച്ചു പറ. ഇതിനു മുന്നേ ഞാൻ എന്നാ കാണിച്ചു? ഞാൻ ഇനി വല്ല അവരാധം കാണിച്ചാ? ദൈവമേ, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇന്ന് കാണിച്ചത് നാളെ ഓർമ്മ കാണൂല, നാളെ കാണിച്ച് ഇന്ന് ഓർമ്മ കാണൂല. അതാണ് എൻ്റെ അവസ്ഥ. ഞാൻ ഇനി എന്നെങ്കിലും അവരാധം കാണിച്ചാ? കൊച്ച വല്ലോണ്ടേ ഇപ്പോൾ തുറന്നു പറയട്ടെ, എനിക്ക് ഓർമ്മയില്ല. ഇതിന് മുന്നേ കാണിച്ച, ഇതിന് മുന്നേ എന്നാ പറഞ്ഞേ? എന്തായാലും ഒട്ട് പറ. ഒത്തിരി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ലോഗേഴ്സിനെ എനിക്കറിയാം. ആ ചെയ്തവരാരും കാണിക്കാത്ത പണിയാണ് ചേട്ടൻ കാണിച്ചതെന്നും എനിക്കറിയാം. അതുകൊണ്ട് ചേട്ടൻ കൂടുതൽ മാന്യനെ ചെമയാൻ വരില്ലേ. ഞാൻ മാന്യനെന്ന് ഞാൻ ആരോട് പറഞ്ഞു? കൊച്ചെന്താ ഇങ്ങനെ ഇല്ലാത്തൊക്കെ പറയുന്നത്? ഞാൻ മാന്യനാക്കി. ഇതൊക്കെ ഞാൻ ആരോട് പറഞ്ഞു ബോധിപ്പിക്കും? സോ പതത്തറ്റിക് സിറ്റുവേഷൻ. ഭർത്താവിന്റെ കൊമ്പ് മുറിക്കണമെങ്കിൽ ചേട്ടന്റെ ആവശ്യം. നിന്റെ ഭർത്താവിന്റെ കൊമ്പല്ലടേ, നിന്റെ ഭർത്താവിന് കുറുമ്പ് കുറുമ്പ് കൂട്ടിട്ട് റൂ ഇട്ടിട്ട് ഇമ്പ് കുറുമ്പ് കൂടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഷിറ്റ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇവിടെ ഇല്ല, അത് മുറിക്കാൻ ഞാനുണ്ട് കേട്ടോ. അപ്പം മോള് കൊമ്പ് മുറിക്കുന്നതാണല്ലേ പരിപാടി? നല്ലതാണ്. ഞാൻ കൊമ്പെന്നല്ല കുറുമ്പെന്നാണ് പറഞ്ഞത്. പോട്ടെ, എന്തായാലും കൊമ്പ് മുറിക്കുമല്ലേ? നല്ലതാണ്. നടക്കട്ടെ. അവൻ്റെ കൊമ്പെങ്കിൽ മുറിച്ചോളാം. അവൻ ആ കൊച്ചിനെ നോക്കിയിട്ട് പറഞ്ഞ നീ കാണാൻ കൊള്ളത്തില്ലെന്ന്. അവൻ്റെ കൊമ്പല്ല, അവൻ്റെ മുറിക്കണം. പിന്നെ എന്റെ അനിയത്തിയോട് എന്റെ ഹസ്ബൻഡ് അല്ലാതെ പിന്നെ ചേട്ടന് ചോദിക്കാൻ പറ്റുമോ ക്ഷീണിച്ചു പോയല്ലോ എന്ന്? ആണോ? ക്ഷീണിച്ചു പോയെന്ന് ചോദിക്കാതെ ക്ഷീണിക്കാതിരിക്കാൻ വല്ലതും തിന്നാൻ വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. അല്ല, ക്ഷീണിച്ചു പോയല്ലോ എന്ന്. പിന്നെ നിന്റെ ഹസ്ബൻഡ് ചോദിച്ച അടുത്ത സാധനം നിന്റെ ഹസ്ബൻഡ് പറഞ്ഞ കളിക്കായിരിക്കും നീ കാണാൻ കൊള്ളില്ലല്ലോ എന്ന്. എങ്ങനെയായിട്ട് നിനക്ക് ന്യായീകരിക്കാൻ തോന്നുന്നത്? ചിരിച്ചോണ്ടേ, അങ്ങനെ നീ എന്നെ ചിരിച്ചോണ്ടല്ലേ പറഞ്ഞത്. അന്ന് ഞാനും ചിരിച്ചോണ്ട്. എങ്ങനെയായിട്ട് നിനക്കത് ന്യായീകരിക്കാൻ തോന്നുന്നു? എങ്ങനെ തോന്നുന്നു? നീയൊന്നും അത് അനുഭവിച്ചിട്ടില്ല. അത് അനുഭവിച്ചതിനെ അതിൻ്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ. മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് കാണാൻ കൊള്ളില്ലെന്ന്. പിന്നെയാണ് മെന്റൽ ട്രോമയിലൂടെ കടന്നു പോയി. എനിക്കൊക്കെ ഇതൊക്കെ പുല്ലാണ്, പുല്ല്. അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോ കാണാൻ നല്ല ചേലാണ് കേട്ടിട്ടില്ലേ? അപ്പൊ ഇവിടെ ആർക്കാണ് അങ്ങനെ പ്രാന്ത് പിടിച്ചതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും ബാക്കി പറ. കുട്ടാണ് ചേട്ടന്റെ കാര്യം. ഇതിന്റെ ഇടയിൽ എന്തിനാടാ തിലകനെ പിടിച്ചു വെച്ച്? എനിക്ക് ഒരു കാര്യം പിടി കിട്ടുന്നില്ല. എന്തായാലും കുഴപ്പമില്ല, തിലകനെങ്കിൽ തിലകൻ. എന്തായാലും കൊള്ളാം നമ്മളെ. നിന്റെ ട്രോൾ എനിക്ക് ഇങ്ങോട്ട് ഇഷ്ടമായി. എന്തായാലും ആരും ഇങ്ങനെ തന്നെ ട്രോളാറില്ല. ഇങ്ങനെ ഒരു ട്രോൾ കണ്ടപ്പം വളരെയധികം ഹാപ്പിനെസ് തോന്നി. ആയിക്കോട്ടെ. ഉണ്ടല്ലോ ഈ പറഞ്ഞ പരിപാടി ചേട്ടൻ കാണിക്കുന്നോണ്ടാണ് ചേട്ടൻ. കോണത്തിലെന്ന് പറയുമ്പോൾ മറ്റേ ചുറ്റി വയ്ക്കുന്ന അതിന്റെ ഇത്തിലെ അകത്ത്. വാ, അർത്ഥം വെച്ചൊക്കെ കണ്ടുപിടിക്കണല്ലേ ഇതൊക്കെ. അത് സാധാരണ സ്ലാങ്ങിൽ പോകുന്ന സാധനമാണ്. ഇതിൽ അർത്ഥം വെച്ചൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കല്ലേ മോളെ. ഞാൻ അർത്ഥം വെച്ചിട്ടല്ല പറഞ്ഞത്. പറ. അങ്ങനെ പറയുന്നത് മനസ്സിലായോ? ചേട്ടൻ അങ്ങനെ ഒത്തിരി കാണിച്ചിട്ടുള്ളതുകൊണ്ടുമാണ് ചേട്ടൻ ഈ വർത്തമാനം പറയുന്നത്. അത് സങ്കടമായി. ഒന്നുമില്ലെങ്കിൽ പോട്ടെ. നിന്നെ ഞാൻ എൻ്റെ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ കണ്ടിട്ടുള്ളൂ കേട്ടാ. നീ പറഞ്ഞോടി മോളെ, പറ. വ്ലോഗേഴ്സിന്റെ റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടതാണ്. അതിലൊന്നും ഇല്ലാത്ത കുറച്ച് സ്വഭാവങ്ങളാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലത്തെ സ്വഭാവം ഉള്ള ഒരു വ്യക്തിയാണ് ചേട്ടൻ. അപ്പൊ ചേട്ടൻ
എടാ എല്ലാവരും ചെയ്യുന്ന പോലെ ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റൂടെ? എന്തോന്നടേ മോളെ നീ ഇങ്ങനെ? എനിക്ക് എൻ്റെതായ രീതിയിലെ ശൈലിയില്ല, ഞാൻ എൻ്റെതായ നാണാസേൻ്റെ കൂട്ടമില്ലേ. ഇതുവാ ഇത് എന്നോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ചേട്ടന്റെ ചാനലിൽ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ചേട്ടൻ ഒരു കാര്യം പറഞ്ഞില്ല, അനാമിക ഇത് കേൾക്കാനാണ്, അനാമികയോടാണ് പറയുന്നതെന്ന്. അത് കേട്ടിട്ട് ഞാൻ എനിക്കുള്ള ഒരു മറുപടി തരാം. ബാക്കിയുള്ള ഒരു ജീവിതം വെച്ച് കണ്ടന്റ് ആക്കി അത് റിയാക്ഷൻ ചെയ്ത് കാശുണ്ടാക്കി ജീവിക്കുന്ന ചേട്ടന്റെ മറുപടിയോ ചേട്ടന്റെ ഉപദേശമോ നെല്ലേ ബാക്കിയുള്ള ജീവിതം വെച്ച് കാശുണ്ടാക്കുന്നില്ലേ, അതിൽ തന്നെ അഭിമാനിച്ചൂടെ ഞാൻ? അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് ചിന്തിച്ചൂടെ? അതിരിക്കട്ടെ. ഈ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ കാണിക്കുന്ന കോണാത്തിലെ പരിപാടികളെല്ലാം ഞാൻ എടുത്തു വെച്ച് കാശുണ്ടാക്കുന്നത് അല്ലേ? ഓക്കെ, ഞാനിപ്പോൾ ആരുടെയും ജീവിതത്തിൻ്റെ അകത്ത് ഇടിച്ച് കയറിയിട്ട് അവിടെ നിന്ന് ഒന്നും തൂക്കുന്നില്ല. പബ്ലിക്കലി വന്ന് കാണിക്കുന്ന ഊളത്തനങ്ങളെ എടുത്തു വെച്ച് ഞാൻ കണ്ടുണ്ടാക്കും. ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ വന്നിട്ട് ഇമാതിരി കുണച്ച സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതെടുത്ത് വെച്ചാക്കും. വിഷ്ണു പറഞ്ഞ എന്താ, നിന്നെ കാണാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ഒരു കൊച്ചിൻ്റെ മുഖത്ത് നോക്കിയാണ് പറയുന്നത്. നിനക്കൊക്കെ അത് ന്യായീകരിക്കാൻ തോന്നുമല്ലോ. ഓക്കെ, തമാശക്കായാലും ഇമാതിരി ചൊറി വർത്തമാനം പറയരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബാധം കാണിക്കും ആളെ. അയ്യേ, സ്വീകരിക്കുന്നില്ല, ഇങ്ങോട്ട് എടുക്കുന്നില്ല. അത് കേൾക്കാൻ എനിക്ക് ഒട്ടും മനസ്സുമില്ല. നീ കേൾക്കണ്ട. സ്വന്തമായി കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ജീവിതം കണ്ടന്റ് ആക്കി റിയാക്ഷൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചെയ്യട്ടെ, നീ ഇപ്പം എന്നെ എടുത്ത് വെച്ച് കണ്ടുണ്ടാക്കിയില്ലേ, അപ്പം നിനക്ക് എന്ത് കഴിവാണ് ഇരിക്കുന്നത്? നാനാ സന്ത കൂട്ടണ്ട. ഡേ, സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവുണ്ടോ കഴിവില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നീയൊക്കെ അവിടെ വീട്ടിൽ നിന്ന് തുമ്മണേം തുപ്പുന്നതും അപ്പിടുന്ന കാര്യങ്ങളെടുത്ത് കണ്ടന്റ് ആക്കുന്നതിനേക്കാളും പാടുണ്ട് ഇമാതിരി കണ്ടന്റ് ചെയ്യാൻ. കാരണം നീയൊക്കെ വേറെ ഒന്നും ആലോചിക്കണ്ട, ചുമ്മാ അവിടെ ഇരുന്നു കൊണ്ട് പ്രാങ്കെന്ന് മറ്റൊന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും രണ്ട് ചുമ്മാ എടുത്ത് വീഡിയോ ഇട്ടാൽ മതി. പക്ഷെ നമുക്കെങ്ങനെയല്ലേ, ഓരോന്ന് കണ്ടുപിടിച്ച് കട്ട് ചെയ്ത് ക്ലിപ്പ് സഹിതം കട്ട് ചെയ്ത് കണ്ടുപിടിച്ച് അതിനെപ്പറ്റി പഠിച്ച് കേട്ട് അത് ഇത് ഇതെല്ലാം പഠിച്ചൊക്കെ വരുമ്പോൾ രാവും പകലും ഉറക്കമില്ല. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന ആവട്ടെ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ഈ ഒരു വ്യക്തിയെ മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതെന്താടാ ഞാൻ മലിഞ്ഞാടാ നിനക്കൊക്കെ? എന്തുവാടേ ചുമ്മാ വായിത്തോന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് എല്ലാം അങ്ങ് പോവാല്ലേ? പറമോളെ, നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒരു കുഞ്ഞു കുട്ടിയടാ നീ, അതുകൊണ്ട് ഞാൻ വിട്ടടാ. ബാക്കി ഒത്തിരി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഇല്ലാത്ത ചില, ചേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞ ചില വാക്കുകളുണ്ടല്ലോ, ഈ സൈഡിൽ ഞാൻ ഒന്ന് കൊടുത്തേക്കാം. ഇങ്ങനെ കുറച്ച് സ്വഭാവങ്ങൾ ചേട്ടൻ ഉള്ളത് കൊണ്ടാണ് ചേട്ടൻ ഇങ്ങനത്തെ ഒരു മറുപടി തരണോന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ ബാക്കി എനിക്ക് ഇനി അടുത്ത വീഡിയോ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. പിന്നെ ചേട്ടൻ അടുത്ത വീഡിയോ ഇട്ട് ഞാൻ നിർബന്ധിച്ച് ചെയ്യണമെന്നുള്ള രീതിയിലാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ എന്തായാലും ചെയ്തേക്കാം. നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാന്നേ അനാമിക. നീ ചെയ്യട്ടെ, ഞാൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് വീഡിയോ ചെയ്ത് നീ എന്നെ 10 പറ, ഞാൻ നിന്നെ 10 പറ. നമുക്കിങ്ങനെ അടിക്കാം, തമ്മിലടിക്കാം. ഇങ്ങനെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ആവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചത്. മോള് പറ. അങ്ങനത്തെ വർത്താനം കൂടി എടുത്തിട്ട് നാട്ടുകാരത്ത് പൊങ്കാലയിടുന്നുള്ള സാമാന്യ ബോധം പോലെ ചേട്ടൻ ബോധത്തെ പറ്റി പറയല്ലേ ചേട്ടാ. എൻ്റെ പൊന്നോളെ, ഞാൻ സത്യം പറയല്ലേ, ഇതിൻ്റെ ഈ ഡയലോഗ് കേട്ട് ചിരിച്ച് ചത്ത്. നീ അമ്മ രീതിയിലാണ് ഇത് പറയുന്നത്. ഞാൻ ഉള്ള കാര്യം പറയാം, ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അമ്മ രീതിയിൽ ഞാൻ ചിരിച്ച് ചത്തത്. ആദ്യത്തെ പ്രാവശ്യം കേട്ട സമയത്ത് ഞാൻ ചിരിച്ച് ഇല്ലണ്ട, ഞാൻ പൗസ് ചെയ്ത് വെച്ച് ഇരുന്ന് കുറച്ച് നേരം ചിരിച്ചു. ഈ സാധനം കണ്ട ചേട്ടാ നിന്റെ ചേട്ടാ വിളിക്ക് സെറ്റ് കേട്ടാ. കൊള്ളാം, സൂപ്പർ. ചേട്ടന് വലിയ ബോധമാണ്, അത് ഞങ്ങൾക്ക് കുറേ നാൾക്ക് മുമ്പ് മനസ്സിലായാലും. അതെന്തുവാ മോളെ പറയും, നീ കുറെ നാളെ നീ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വലിയ ബോധമാണെന്ന് പിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അതെന്താ നീ എന്തോ കുത്തി പറഞ്ഞില്ല പിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ? എന്നാ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല. ഒന്നുകിൽ അത് ക്ലിയർ ആക്കൂ. നിങ്ങളുടെ പഴയ ജീവിതമാത ഇല്ലല്ലോ, ജീവമാത ഇഷ്യൂ ആണ്. അതാണ് മോള് കുത്തി പറഞ്ഞത്. ഞാൻ പിന്നെ അങ്ങോട്ട് കണ്ടില്ല. പിന്നെ ഞാൻ ഡെയിലി ചെയ്യാൻ നിങ്ങൾ വല്ല ഇട്ട് തന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പറ. ഒരു കാര്യം ഓർത്തോ, ഒത്തിരി പേര് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട്. അവരാരും കാണിക്കാത്ത ആ പരിപാടിയാണ് ചേട്ടൻ കാണിച്ചത്. അതിന്റെ ഫോട്ടോ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാട്ടോ. ഏത് ഫോട്ടോ? എന്ത് ഫോട്ടോ? എനിക്ക് മനസ്സിലായില്ല കൊച്ചേ, നീ എന്താ പറയുന്നേ? എന്തേലും ഉണ്ട്. ചേട്ടന്റെ മാന്യതയെ പറ്റി ചേട്ടൻ എന്നോട് പറയാൻ നിൽക്കരുത്. ചേട്ടന്റെ മാന്യത എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം കേട്ടോ. എൻ്റെ മാന്യതയെ പറ്റി എന്തറിയാന്ന് പറയുന്നത്? ഞാൻ ഒരു ചെറ്റയാണ്, ഓക്കെ കൺഫേം. എന്ന് വെച്ചിട്ട് കൊച്ചെന്താ അറിഞ്ഞ? അതാണ് എനിക്ക് അറിയേണ്ടത്. സോ സാഡ്. പറ.
അപ്പൊ അത് അറിഞ്ഞൂടാത്തവർ കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഫോട്ടോ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാന്ന് പറഞ്ഞത്. ഒത്തിരി പേര് ഞങ്ങളെ പേര് വെച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, കമന്റ് ഇട്ടിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയാണ്, ചേട്ടന്റെ എത്ര മാന്യത ഞങ്ങൾക്കോ അവർക്കോ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോടല്ല, ഈ ഒരു വ്യക്തിയോട് മാത്രമാണ്, ഈ മേലിൽ കാണുന്ന ഈ ഒരു വ്യക്തിയോട് മാത്രമാണ് എന്റെ ഈ മറുപടി വീഡിയോ. അപ്പൊ ചേട്ടൻ ഇതിന്റെ ബാക്കിൽ ഇതിനി പിടിച്ചൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ നീ എന്നെപ്പറ്റി നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഞാൻ വരുമെന്ന് നിന്റെ ഈ പറച്ചിൽ കേട്ടിട്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ വെറും ഉണ്ണാക്കാൻ മൊണ്ണയായിപ്പോവും. വരും, നീ അത് അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വരും. എൻ ജീവനായൊരേട്ടനല്ലേ, നീ പാടാനാണ്. എന്നെ നീ അറിയാതെ പോയതല്ലേ, ജിലക്ക് ചുണ്ടൽ ജണ്ടലക്ക് തുള്ളാട്ടം തുളുമ്പുന്നൊരു ഉത്സവഗാനം. പിന്നെന്ത് പ്രതീക്ഷിച്ചിരിക്കുന്നു, ആ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. ചേട്ടൻ എന്തായാലും ചെയ്യാതിരിക്കത്തില്ല, റീച്ച് കിട്ടുന്നില്ലേ. അത് ഈ സൈഡിൽ കൊടുത്തേക്കുന്ന തംബ്ലൈനൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ചേട്ടന്റെ മാന്യത തെളിയിക്കുന്ന ഒരു ക്ലിപ്പും കൂടെ ഞാൻ അടുത്ത വീഡിയോ ഇതിന്റെ താഴെ ഞാൻ കൊടുത്തേക്കാം. ഇത് കണ്ടോ, ഈ ഒരു ഡയലോഗും കൂടെ ഇതെനിക്ക് ശകലം ഒന്ന് കൊണ്ടുവരണം. ചേട്ടൻ കുറച്ച് അത് നിന്നെ പൊള്ളിക്കാൻ പറഞ്ഞല്ല കേട്ടോ, അത് നീ വിചാരിക്കരുത്. ഞാൻ പൊള്ളിക്കാൻ വേണ്ടി പറഞ്ഞല്ല, അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഇത് പറഞ്ഞല്ല. അത് നിനക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ, അത് ഞാൻ പൊള്ളിക്കാൻ വേണ്ടി പറഞ്ഞതെന്നല്ല. അത് നിനക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. കാരണം ഞാനത് ചിലപ്പോൾ നിങ്ങൾ ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണെന്ന് ചിലപ്പോൾ ആൾക്കാർക്ക് അറിയില്ല, അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചതാണ്. അത് നിനക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. അത് ഞാൻ നിനക്ക് വിഷമം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ഓക്കെ, ഐ എം റിയലി സോറി ഫോർ ദാറ്റ് ഓൺലി. മനസ്സിലാക്കണമല്ലോ മാന്യതയെ പറ്റി. അപ്പം എനിക്ക് നെഗറ്റീവ് വന്നു, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ കാണിച്ചത് ചിലവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, നെഗറ്റീവ് പറഞ്ഞു. അത് അവരെന്റെ വീഡിയോ കണ്ടിന്യൂസ് കാണുന്നവരാണ്, അവർക്ക് മറുപടി പറയാനുള്ള ഇതുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, തമാശയ്ക്കാണ് ചെയ്തതെന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തു. അത് എന്റെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ അതിൽ നെഗറ്റീവ് കമന്റ് ഒന്നും ഞാൻ സമ്മതിച്ചു. പക്ഷെ അതിൽ എന്നെ സപ്പോർട്ട് ചെയ്തവരുണ്ട്, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞവരുണ്ട്, തമാശയ്ക്ക് പോലും പറയരുതെന്ന് പറഞ്ഞവരുണ്ട്. അവരോടൊക്കെ ഒത്തിരി നന്ദിയേ ഉള്ളൂ. കാരണം എനിക്കൊരു നിങ്ങൾക്ക് അത് തെറ്റായിട്ട് തോന്നി നിങ്ങളത് ചൂണ്ടിക്കാണിച്ചോ ഞാൻ തിരുത്തും എന്നൊരു ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പ് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അപ്പം ഇതിപ്പം വലിയ പ്രശ്നം. ഞാൻ കുറേ ക്യാപ്ഷൻസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ക്യാപ്ഷൻസ് അല്ല. ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ എന്റെ അനിയത്തിന്റെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ എന്റെ അമ്മായിയമ്മേന്റെ ഫോട്ടോ എങ്ങനെ വന്നു? അല്ല, അത് വെക്കാൻ കാരണം എന്താ? വേറെ ഒരു നിങ്ങൾ അമ്മായിയമ്മയായിട്ടുള്ള നമ്മുടെ ആ ഒരു പഴയ പൂർവ്വകാല സുഹൃതം അങ്ങനെ ആയിരുന്നല്ലോ, നിങ്ങൾക്കറിയത്തില്ലേ? അപ്പം നമുക്ക് അത്രയും ആ ഒരു സുഹൃതം ഉണ്ടായിരുന്നത് കൊണ്ട് അമ്മായിയമ്മ എനിക്ക് പെട്ടെന്ന് മറക്കാൻ സാധിച്ചില്ലെന്ന്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ആ കാലഘട്ടത്തിലൂടെ ഞാനൊരു നിമിഷം കടന്നുപോയി. ഗിരിജാൻറ്റിക്ക് സുഖമല്ലേ? അന്വേഷണം പറയണം. വീഡിയോ ചെയ്തവരെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പം ഈ കണ്ടോണ്ടിരിക്കുന്നവർക്ക് കത്തിക്കാണുമല്ലോ. റീച്ചിന് വേണ്ടിയാണ് എന്റെ അമ്മേന്റെ ഫോട്ടോ. എന്റെ പൊന്നെ മോളെ, റീച്ചിന് വേണ്ടിയിട്ടല്ലാതെ ഒറ്റയ്ക്കിരുന്ന് കാണാനാണോ ഞാൻ വീഡിയോ ചെയ്യുന്നത്? ഇതെന്താ മോൾ ഇങ്ങനെ പറയുന്നത്? റീച്ചിന് വേണ്ടിയാണ്, ഞാൻ ഒറ്റയ്ക്കിരുന്ന് കാണാൻ വേണ്ടിയിട്ടല്ല വീഡിയോ തന്നെ. എനിക്ക് ഒറ്റയ്ക്ക് കണ്ണാടി നോക്കി സംസാരിച്ചാൽ പോരെ? വീഡിയോ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് എന്തിനാ? റീച്ചിന് വേണ്ടിയിട്ടാണ്, ആൾക്കാർ ക്ലിക്ക് ചെയ്യണം, കാണണം. ഓക്കെ, അത്ര തന്നെ. അല്ലിപ്പോൾ വല്ലതും ഉണ്ടാ? ഒന്നും പറയാനില്ല, അത് തന്നെയാണ്. മോൾ എന്തിനു വീഡിയോ ഇടുന്നത്? റീച്ചിനും കാശിനും വേണ്ടിയിട്ടല്ലേ, അല്ലാണ്ട് വേറെ ഒന്നുമല്ലല്ലോ ഉദ്ദേശം. വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? സമൂഹ സേവനം ഈ ഇങ്ങനെ തോഞ്ഞ വ്ളോഗ് ഇട്ടിട്ട് ഇല്ലല്ലോ. പിന്നെ നമ്മുടെ വീഡിയോസ് ഉണ്ട്, അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട്. കുറച്ച് മെസ്സേജസ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഉടായ്പകളെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്, പലർക്കും നീതി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല സംഭവങ്ങളും നമ്മുടെയൊക്കെ വീഡിയോസ് നമ്മുടെ പേഴ്സണൽ ലൈഫ് കൊണ്ടൊക്കെ നടക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് മോളെ പോലെ വന്നിട്ട് ജിമ്മാതിനെ കാണണമെന്ന് പറയുന്നതല്ല നമ്മുടെ ഒന്നും സംഭവം. നോർത്താ നല്ലതാ. അമ്മേന്റെ ഫോട്ടോ വെച്ച് എന്തിനാന്ന് എനിക്കൊരു പിടുത്തമില്ല. ഒത്തിരി റിയാക്ഷൻ വീഡിയോസ് എടേ ക്ലിക്ക് ബൈറ്റഡേ, അതിനെന്ത് പിടുത്തമില്ലായിരിക്കുന്നു. എന്തുവാ ഇത്? ഇതുവരെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. അതിലൊന്നും അമ്മേന്റെയും ചേച്ചീന്റെ ചേട്ടന്റെയും ഫോട്ടോ ഒന്നുമില്ല, എന്റെയും ഉണ്ണേന്റെയും പൊന്നുന്റെയും ഉള്ളൂ. അപ്പം അമ്മേന്റെ ഫോട്ടോ എന്താണ് വെച്ചത്? റീച്ചിന് വേണ്ടി വെച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചേട്ടനെ പോലെ മാന്യതയും നല്ല സ്വഭാവവും നല്ല ചേട്ടന്മാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പം നീ എന്നെ ചേട്ടാന്നൊന്നും വിളിക്കണ്ട, ചേട്ടാന്ന് വിളിച്ചാൽ മതി. അത് നല്ല രസമുണ്ടല്ലോ. കുഞ്ഞു പിള്ളേരും ചേട്ടാ മറ്റേ ബംഗാളി വിളിക്കുന്ന പോലെ എന്നെ വിളിക്കുന്നത് നല്ല രസമുണ്ട്, അത് വിളിച്ചാൽ മതി. ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും അല്ല ഞാൻ പറയുന്നത്, ഈ ഒരു വ്യക്തിയെടുത്ത് മാത്രം, ഈ മാന്യതയുള്ള വ്യക്തിയെടുത്ത് മാത്രമാണ് ഞാൻ. താങ്ക് യു സോ മച്ച്. അപ്പം ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ അത് താഴെ രേഖപ്പെടുത്തണം. അപ്പൊ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ ഫ്രം അനാമിക. ബൈ. അപ്പോൾ പൊന്നോളെ, വീഡിയോ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ നോക്കിയത് നല്ല രസമുണ്ടായിരുന്നു.
പക്ഷേ മോള് പറയുന്ന കാര്യങ്ങളോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. മൊട്ട ഊളത്തനെ വിളിച്ച് പറഞ്ഞിട്ട് വന്നിട്ട് ന്യായീകരിച്ച് മെഴുകുന്ന പോലെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് പറഞ്ഞത് നിനക്കത് അങ്ങനെയാണ് ഫീൽ ആയത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, അങ്ങനെയാണ് ഫീൽ ആയെങ്കിൽ സോറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാക്കി നല്ല രസമുണ്ട് കണ്ടിരിക്കുക. പിന്നെ അതിലാണ് ഞാനാണ് പാവമാണ്, എന്നെ പറ്റിയിട്ട് ഇങ്ങനെയൊന്നും വിചാരിക്കില്ല കൊച്ചേ, ഞാനൊരു പാവമാണ്. എന്താ പഞ്ചായത്തല്ലേ? പാട്ടൊന്നും വേണ്ട, ചുമ്മാ ആൾക്കാരെ ഉറപ്പിക്കണേ. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ഇടണം. ബൈ.